ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ്റെ ഗാനങ്ങൾ കേട്ടാസ്വദിച്ചാലും വായിച്ചാസ്വദിച്ചാലും ഒരുപോലെ ധ്യാനാത്മകമാണ്. മഹത്തായ ശുശ്രൂഷയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ആശ്വാസവും ദൈവാനുഭവത്തിലേക്കും നയിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ ഗാനവരദാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഗാനം അവതരിപ്പിക്കുന്നതിനായി പയസാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം പ്രഭാത കുസുമം കവിളിൽ ചൂടിയ. പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാര കിരണം കരുതി വെറുതെ വെറുതെ കരുതി. പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാര കിരണം കരുതി വെറുതെ വെറുതെ കരുതി. പ്രകാശമെങ്ങും വിതറും പകലിൻ പ്രഭവം ഞാനാണല്ലോ, പകലിൻ പ്രഭവം ഞാനാണല്ലോ. പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാര കിരണം കരുതി. ഈ ഗാനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് 103 സങ്കീർത്തനത്തിലെ 15 വാക്യമാണ്. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയെ ഇത്ര മനോഹരമായ ഒരു കവിതയാക്കി അച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കവിത, ആഴമുള്ള ചിന്തകൾ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ കവിതയിലെ കഥാപാത്രം എന്ന് പറയുന്നത് പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാര കിരണമാണ്. എന്ന് പറഞ്ഞാൽ പൂവല്ല, തുഷാരവുമല്ല, ആ തുഷാരത്തിൽ പ്രതിഫലിക്കുന്ന ഒരു കിരണമാണ്, പ്രകാശകിരണമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 3 പ്രതീകങ്ങളും വളരെ ക്ഷണികമാണ്. പൂവ് പ്രഭാതത്തിൽ വിരിഞ്ഞ് വൈകുന്നേരത്തേക്ക് വാടിപ്പോകുന്ന ക്ഷണികമായൊരു ജന്മമാണത്. അതാണ് കുമാരനാശാൻ പറഞ്ഞിട്ടില്ലേ, ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്ന നീ രാജ്ഞി കണക്കെ. പക്ഷേ ഇതാ നിൻ്റെ ആ സൗന്ദര്യമെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോകുന്ന ഒന്നാണ്, നിലനിൽപ്പില്ലാത്ത ഒന്നാണ് പൂവ്. ആ പൂവിൻ്റെ ഇതളിൽ പറ്റിയിരിക്കുന്ന ഒരു മഞ്ഞ് കണം, അത് എത്രയോ ക്ഷണികമാണല്ലേ. എങ്കിലും അതിനൊരു അസ്തിത്വമുണ്ട്, മഞ്ഞ് കണം എന്നൊരു അസ്തിത്വമുണ്ട്, പൂവിനും ഒരു അസ്തിത്വമുണ്ട് ക്ഷണികമാണെങ്കിലും. പക്ഷേ ഈ മഞ്ഞ് കണത്തിൽ പ്രതിഫലിക്കുന്ന പ്രകാശകിരണത്തിന് സത്യത്തിൽ അസ്തിത്വമില്ല, അതിൽ തന്നെ ഒരു അസ്തിത്വം ഇല്ല. അത് സൂര്യൻ്റെ ഒരു കിരണം മഞ്ഞ് തുള്ളിയിൽ പതിച്ചിട്ട് അവിടെ നിന്ന് ചിതറിപ്പോകുന്നതാണ്. അപ്പോൾ അത് വാസ്തവത്തിലൊരു മായയാണെന്ന് വേണേൽ പറയാം. അപ്പം അത്ര നിസ്സാരമായ ഒന്നാണ് കരുതുന്നത്. എന്ത് കരുതുന്നത്? ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രഭവസ്ഥാനം. പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്ഭവിക്കുന്ന സ്ഥാനം പറയാറില്ലേ. ഭൂകമ്പമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ പ്രഭവസ്ഥാനം എവിടെയാണ് എന്ന് പറഞ്ഞാൽ ഞാനാണല്ലോ സൂര്യൻ എന്നാണ് ഈ മഞ്ഞുതുള്ളിയിൽ പ്രതിഫലിക്കുന്ന കിരണം പറയുന്നത്. ഞാനല്ലേ സൂര്യൻ, ഞാനല്ലേ ഈ ലോകം മുഴുവനും പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ അങ്ങ് കരുതുകയാണ്. ഈ കരുതലിനെ കുറിച്ച് ഒരു വിശേഷണം പറയുന്നത് എന്താ? വെറുതെ കരുതി. വെറുതെ കരുതി. കരുതാൻ ഒരു ന്യായവും
ഇല്ല. ഇല്ല. ഒരു ന്യായവും ഇല്ല കരുതാൻ. ഇത്ര ന്യായമോ കരുതാനുള്ളൊരു കാരണമോ ഇല്ലാതിരുന്നിട്ടും ചുമ്മാ കരുതുക. ഈ വെറുതെ കരുതി ഇതുപോലെ മനുഷ്യനും വെറുതെ പലതും കരുതുകയാണ്. ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ ഈ പല്ലിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? പല്ലി ഉത്തരത്തിലിരിക്കുന്ന പല്ലി പറയുന്നത് കരുതുന്നെന്നാണ് പറയുന്നത്. എന്ത്? ഈ കെട്ടിടം മുഴുവൻ താങ്ങുന്നത് ഞാനല്ലേ, ഞാൻ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇതിന് താഴെ പോകല്ലേ. അപ്പം എന്ന് പറയുന്ന പോലെയുള്ള മനുഷ്യൻ്റെ ചിന്തകൾ, വ്യർത്ഥമായ ചിന്തകൾ, കരുതലുകൾ. അപ്പം മനുഷ്യൻ ഇങ്ങനെ പല കാര്യങ്ങളും ഞാനാണെന്ന രീതിയിൽ അഹങ്കരിക്കുകയും എല്ലാവരും തന്നെ അംഗീകരിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. വെറുതെ കരുതി 2 പ്രാവശ്യം അങ്ങനെ വെറുതെ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ കരുതലിൻ്റെ ഭോഷത്വത്തെക്കുറിച്ച്, എത്ര ഭോഷത്വമാണ് ഈ കരുതലെന്നുള്ളതിനെ ഒന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. വെറുതെ കരുതാനൊരു കാരണം വേണ്ടേ? പക്ഷെ അത് കവിതയിൽ നല്ലൊരു പ്രയോഗമാണത്. ഞാൻ പെട്ടെന്നിപ്പോൾ ഓർക്കുന്നത്, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അതിനകത്ത് നടക്കേലാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കവി പറയാണ്, വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ ആണെന്നറിയാം, എന്നാലും. അപ്പം ഇങ്ങനെ ചില പ്രയോഗങ്ങൾ ചില അവസരങ്ങളിൽ വളരെ ആപ്റ്റാണ്. അപ്പം ഈ രീതിയിൽ മനുഷ്യൻ്റെ വ്യർത്ഥ ചിന്തയെക്കുറിച്ച്, അർത്ഥമില്ലാത്ത എന്താ പറയുക, അവകാശവാദങ്ങളെക്കുറിച്ച്, ഞാനുണ്ടായിട്ടാണ് ആ കാര്യം നടന്നത്, ഇല്ലെങ്കിൽ നടക്കുകയില്ലായിരുന്നു, ഞാനാണെന്നുള്ള രീതിയിലുള്ള ചിന്ത, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തുഷാരത്തിലിരിക്കുന്ന ആ പ്രതിഫലിക്കുന്ന കിരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. മനുഷ്യനും ഒരാൾ, എത്രയോ പേര് ജീവിച്ച് കടന്നുപോയ അല്ലേ ഭൂമിയാണ്. അപ്പോൾ ആരെ ഓർത്തു നോക്കിയാൽ അത്രമാത്രം നിസ്സാരമായിട്ട് കടന്നു പോവുകയാണ്. അതാണിത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് അനുപല്ലവി ഒന്ന് കേൾക്കാം. പ്രകാശരൂപൻ പകലിൻ നാഥൻ എരിഞ്ഞുയർന്നു ജ്വാല പടർന്നു. പ്രകാശരൂപൻ പകലിൻ നാഥൻ എരിഞ്ഞുയർന്നു ജ്വാല പടർന്നു. പുകയായി വെയിലിൽ നീർമണി മാഞ്ഞു, പൂവും വീണു കരിഞ്ഞു. സൂര്യന്റെ ഗർവം താണടങ്ങി. പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാരകിരണം കരുതി. ഈ വരികളിൽ എല്ലാം നശിച്ചു പോകുന്ന കുറേ പ്രതീകങ്ങളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ ജീവിതമായിട്ട് എങ്ങനെയാണ് ഇതിനെ പൊരുത്തപ്പെടുത്താൻ പറ്റുന്നത്? നമ്മൾ പല്ലവിയിൽ പറഞ്ഞത് തുഷാരകിരണത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചാണ്. പക്ഷേ തുഷാരകിരണം മാത്രമല്ല ക്ഷണികം, ബാക്കി പറഞ്ഞതെല്ലാം ക്ഷണികം തന്നെയാണ്. ഇപ്പോൾ പൂവ് ക്ഷണികമാണെന്ന് നമ്മൾ കണ്ടു, പെട്ടെന്നത് വാടിക്കരിഞ്ഞ് പോകുന്നുണ്ട്. അവിടെ പറയുന്നത് പ്രകാശരൂപൻ പകലിൻ നാഥൻ, അത് സൂര്യനാണ്. സൂര്യൻ മഹാപ്രതാപശാലിയായിട്ട് കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സൂര്യൻ കത്തിജ്വലിച്ചപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ആ തുഷാര കണിക, മഞ്ഞ് കണിക, അത് ആവിയായിപ്പോയി. മഞ്ഞ് കണിക ആവിയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രതിഫലിക്കുന്ന ആ ഒരു കിരണത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ, അത് തീർന്നു പോയി. പൂവ് എവിടെ? തുഷാരകിരണം പോയി, തുഷാരവും പോയി,
ആ തുഷാരം ഇരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വളരെ ക്ഷണികമായൊരു പൂവിൻ്റെ എതിരിലാണ്. അപ്പോൾ സൂര്യൻ പ്രകാശം കത്തിച്ചൊലിച്ചപ്പോഴേക്കും പൂവിൻ്റെ എതിളുകളും വാടിക്കരിഞ്ഞ് കൊഴിഞ്ഞു വീണുപോയി. അപ്പോഴും നമ്മൾ ഓർക്കും സൂര്യൻ വളരെ പ്രതാപശാലിയായിട്ടിങ്ങനെ നിത്യം നിലനിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ അടുത്ത നിമിഷം നമ്മൾ പറയുന്നത് എന്താ? സൂര്യൻ്റെ ഗർവവും താണടങ്ങി. നമ്മൾ കാണുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സൂര്യൻ പയ്യെ അസ്തമിച്ച് അങ്ങ് നശിച്ചു പോകുന്ന പോലെയാണ് നമുക്ക് കാണുന്നത്, അല്ലേ? നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷെ അത് സത്യമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഇരുണ്ടു പോകും, സൂര്യൻ്റെ ആ മഹാപ്രകാശമൊക്കെ നിലച്ചു പോകും, ആകാശഗോളങ്ങളൊക്കെ അങ്ങനെ കരിക്കട്ടയായി പോകും എന്നുള്ളത് ശാസ്ത്രവും പറയുന്നുണ്ട്. നമ്മുടെ ഈ കാഴ്ചപ്പാട് ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒരു സൂര്യൻ കരിക്കട്ടയായി പോകാനായിട്ട് അധികം സമയമൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരിക്കൽ വിചാരിച്ച് സൂര്യനൊക്കെ കരിക്കട്ടയായി പോകണമെങ്കിൽ വളരെ നാൾ കൊണ്ട് പയ്യെ കുറഞ്ഞ് അങ്ങനെയൊന്നും അല്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. അധികം ദിവസമൊന്നും വേണ്ട, പെട്ടെന്ന് കത്തിത്തീർന്ന് കരിക്കട്ടയായി പോകും. അപ്പോൾ സൂര്യൻ ഇരുണ്ടു പോവും, നക്ഷത്രങ്ങളെല്ലാം ഈ രീതിയിലായിപ്പോവും. അപ്പം നിലനിൽക്കുന്ന ഒന്നും ഇവിടെ ഇല്ല. മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ പിന്നെ എന്ത് വേണമെന്നാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. നമുക്കതുകൊണ്ട് നമുക്ക് ശരണം ഒന്ന് കേൾക്കാം. നിസ്സാരമേതോ പുല്ലിൻ പൂവായി കിനാവ് പോലെ മനുഷ്യൻ പോകും. നിസ്സാരമേതോ പുല്ലിൻ പൂവായി കിനാവ് പോലെ മനുഷ്യൻ പോകും. കാലം തീരും, ഓർമ്മകൾ മായും, ഞാൻ ചിരമായി വിളങ്ങും. യേശുവേ ജീവന്റെ മുത്തായി നീ വരുകിൽ. പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാര കിരണം കരുതി. നിസാരമേതോ പുല്ലിൻ പൂവായി കിനാവ് പോലെ മനുഷ്യൻ പോകും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അതും ക്ഷണികമാണ്. ഒരായുസ് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് കടന്നു പോകുന്നത്, അല്ലേ? ഒരു പൂർണ്ണ ജീവിതം ജീവിച്ചാൽ തന്നെ പെട്ടെന്ന് അത് കടന്നു പോവുകയാണ്. ഇപ്പം എനിക്കിപ്പോൾ 74 വയസ്സ് പൂർത്തിയായി. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഈ ആയുസ് തീർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആയിരിക്കുന്നത്. അപ്പോൾ നിസ്സാരമേതോ പുല്ലിൻ പൂവായി കിനാവ് പോലെ മനുഷ്യനും ഭൂമിയിൽ നിന്ന് കടന്നു പോകും. എത്രയോ തലമുറകൾ കടന്നു പോയിരിക്കുന്നു. നമ്മൾ ആരെ അറിയുന്നു, അല്ലേ? ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ച ആരെ നമ്മളറിയുന്നു? വളരെ അപൂർവം ചിലരുടെ പേരുകളൊക്കെ നമുക്ക് എവിടെ അറിയാമെന്നല്ലാതെ അവരുണ്ട് നമ്മളറിയുന്നു. അപ്പോൾ അത്ര ക്ഷണികമായൊരു ജീവിതമാണ് ഭൂമിയിൽ മനുഷ്യനും ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യന് ഈ ബാഹ്യമായ ഈ ജീവിതം മാത്രമല്ല ഉള്ളത്. നിത്യതയിലേക്ക് ഒരു പ്രവേശനമുണ്ട് മനുഷ്യന്. അതിനെ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കൂടിയാണ് പറയുന്നത്. നിസ്സാരമേതോ പുല്ലിൻ പൂവായി കിനാവ് പോലെ മനുഷ്യൻ പോകും. പിന്നെന്താ അടുത്ത വരി? കാലം തീരും, അതും തീരും, കാലം കഴിഞ്ഞു പോകും, എല്ലാം തീരും. പക്ഷേ ഞാൻ സ്ഥിരമായി വസിക്കും, അല്ലെങ്കിൽ ഞാൻ ജീവിക്കും. എപ്പോഴാണ്? ജീവൻ്റെ മുത്തായി. എൻ്റെ ഈശോ നീ എന്നിൽ വന്ന് വസിച്ചാൽ പിന്നെ എനിക്ക് നാശമില്ല, പിന്നെ ഞാൻ ചിരകാലം നിത്യതയിൽ ജീവിക്കും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നീ എന്നിൽ വരുന്നു, നിനക്കൊരു സ്പേസ് എന്നിലുണ്ടെന്നുള്ളതാണ്. ജീവൻ്റെ മുത്തായിട്ട് നീ എന്നിൽ വന്ന് വസിച്ചാൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, ഞാൻ നിത്യം ജീവിക്കും. ആ നിത്യത, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ നിത്യത ഇല്ലാത്തവർക്കാണ് മരണമൊക്കെ ഭയമായിട്ട് തോന്നുന്നത്. ഇത്രയും പേർക്കാണ് മരണം ഭയമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മരണം ഭയമായിരിക്കുന്നത്? മരണത്തോടുകൂടി എല്ലാം തീരുന്നു, അതിനപ്പുറത്തേക്കുണ്ടെന്നുള്ള ഉറപ്പില്ല.
അതിനപ്പുറത്തേക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പെന്ന് പറയുന്നത് എൻ്റെ ഈശോ എന്നിൽ വന്ന് വസിക്കും. വസിക്കുന്ന വാഗ്ദാനമുണ്ട്. ഞാൻ നിങ്ങളിൽ വന്ന് വസിക്കും. അപ്പോൾ ഈശോ നമ്മളിൽ വന്ന് വസിക്കുന്നു. നമ്മുടെ ഒരു സാധ്യതയാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സാധ്യതയാണ് ദൈവം എന്നിൽ വന്ന് വസിക്കും എന്നുള്ളത്. അത് വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിന് എന്നെ സമർപ്പിക്കണം. അവന് എന്നിൽ വസിക്കാൻ തക്ക ദിവസം ഞാൻ അവന് വിധേയപ്പെട്ടു കൊടുക്കണം. അവൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ വിധേയപ്പെട്ടു കൊടുക്കണം. അവൻ്റെ പ്രവർത്തനങ്ങൾ എന്നിലുണ്ടാകാൻ ഞാൻ സമർപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ എനിക്ക് നിത്യത കിട്ടുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഭയമില്ലാത്ത അവസ്ഥ അല്ലേ, നിർഭയത്വം എന്ന് പറയുന്നത് ദൈവം എന്നിൽ വന്ന് വസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന നിത്യതയുടെ അനുഭവമാണ്. അപ്പം യേശുവേ നീ എന്നിലൊന്ന് വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഗാനം നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓർമ്മകളുമായും എന്നൊരു പ്രയോഗം അതിനകത്തുണ്ടല്ലോ, ആ വാക്കിൻ്റെ ഒരു ആഴം ഒന്ന് പറയാമോ? കാലം കടന്നു പോവും, നമ്മൾ പറയല്ലേ കാലചക്രം തിരിയും. കാലങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഓർമ്മകളുടെ തീവ്രത കുറയല്ലേ? തീർച്ചയായിട്ടും പറയും. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വേണമെങ്കിൽ അമ്മ മരിക്കുന്നതാകട്ടെ. ചെറുപ്പകാലത്ത് അമ്മ മരിച്ചു എങ്കിൽ അതെന്ത് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടാവും. കുറച്ച് നാളത്തേക്ക് ആ ഓർമ്മ, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ, അമ്മയുടെ വേർപാടിനെക്കുറിച്ചുള്ള ഓർമ്മ, ഇതെല്ലാം വളരെ സജീവമായിരിക്കും. അമ്മ നമ്മുടെ കൂടെ ജീവിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും, ആ വ്യക്തിക്ക് തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റു കാര്യങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നു, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ പയ്യെ അങ്ങ് കുറയും. ഇപ്പം എന്നോട് ഒരു സഹോദരി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. അവർ പറയായിരുന്നു, എനിക്കും മരിക്കണം തോന്നി, ഇനി ഞാൻ തന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. അത്രമാത്രം ബന്ധം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു, ആ തീവ്രതയൊക്കെ പോയി, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ തീവ്രതയൊക്കെ പോയി, വേറൊരു കല്യാണം കഴിച്ചു. അപ്പം പിന്നീട് അവർ പറയായിരുന്നു, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ എനിക്ക് ആ ഒരു ഓർമ്മയിൽ നിന്ന് മോചനം കിട്ടുമെന്ന് ഓർത്തില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ ഞാൻ ഓർത്തത്. പക്ഷെ അതിനെന്നെ സഹായിച്ചു ചില ആളുകളൊക്കെ. അപ്പം അതുകൊണ്ട് പുതിയൊരു ജീവിതം വന്നു. അത് കഴിയുമ്പോഴത്തേക്കും പഴയതൊക്കെ അങ്ങോട്ട് മറന്നു പോന്നു. ഓർമ്മയ്ക്ക് ഒരു പരിധി വിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാകില്ല, പയ്യെ കടന്നു പോവാണ്. അത് മോശമല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരിച്ചുപോയ ആളെക്കുറിച്ച് പറയുമ്പോൾ ആൾ ഓർമ്മയിൽ നിന്നും പോയി എന്നല്ല നമ്മൾ പറയണ്ടേ, ഓർമ്മയിൽ നിന്നും പോയി. ഇനി ഈ വ്യക്തിയും കൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾ ആരുടെ ഓർമ്മയിലാണ് ഉള്ളത്? ആരുടെ ഓർമ്മയിലുണ്ടാവില്ല. ഇല്ല. ഈ അടുത്ത കാലത്ത് ഒരാൾ ഒരു വേദിയിൽ പറഞ്ഞതാണ്, മറ്റാരുമല്ല, നമ്മുടെ സിനിമാ രംഗത്തെ ആചാര്യനായ മധുസാറ് പറഞ്ഞാണ്. അദ്ദേഹം പറയായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം, എൻ്റെ സമപ്രായക്കാരും എന്നോട് അധികം ഇടപെട്ടവരൊക്കെ മരിച്ചുപോയി. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എന്നോട് ഇടപെട്ടവരൊന്നും ഇപ്പോൾ ഇല്ല. ഓർമ്മകളും ഇങ്ങനെ പോയി കഴിഞ്ഞു. ഇപ്പം ഞാനൊരു ശ്മശാനത്തിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുക, ഞാനൊരു ശ്മശാനത്തിൽ ഏകനായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു മധുസാർ പറയായിരുന്നേ. ഇത് എന്നോട് വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരും എന്നോട് ഏറെ ഇടപെട്ടവരുമൊക്കെ മരിച്ചുപോയി, അവരെക്കുറിച്ച് ഓർക്കാനൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായി. അപ്പം അത്രമാത്രം ഒറ്റപ്പെട്ടു. ചിലരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ എന്ന് പറയുന്നത് ആ ഓർമ്മകളെ താലോലിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ അതുമില്ല. അപ്പം ആ ഒരു അവസ്ഥ വരുവേ. അപ്പം എന്ന് പറഞ്ഞാൽ കാലം കഴിഞ്ഞു പോവും, ഓർമ്മകളുമായും. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ ആരൊക്കെ ജീവിച്ചു, അങ്ങനെയൊക്കെ ജീവിച്ചെന്നുള്ളത് നമുക്ക് നമ്മുടെ ബന്ധുക്കളെ കുറിച്ച് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇവിടെ ഒന്നും ശാശ്വതമായിട്ടില്ല, എല്ലാം പെട്ടെന്ന് കടന്നു പോകുന്നതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയ ഒരു കവിതയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ചിത്രങ്ങൾ ഓരോന്നായി മാഞ്ഞു പോകും.
ഇപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചിത്രങ്ങളൊക്കെ എടുത്തു വെക്കും. പിന്നെ മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ചിത്രമായിരിക്കാം അവശേഷിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴോ അതില്ലാതെ ആ ചിത്രം മാഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം നല്ലതാണ്. ഇവിടെ ഒന്നുമില്ലെന്നും എൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് എന്നിൽ വസിക്കുമ്പോഴുള്ളൂ, അന്നേരേ ഉള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് എപ്പോഴും ആവശ്യമാണ് സന്തോഷത്തോടെ ജീവിക്കാൻ. നിത്യതയുടെ അനുഭവം മുൻകൂട്ടി ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതാണ് അവിടെ പറയുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ കാണുന്നത് എന്താ? മനുഷ്യനിങ്ങനെ വയലിലെ പുല്ല് പോലെ ഉണങ്ങിപ്പോകുന്നു, അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി തീരുന്നെന്നൊക്കെ സങ്കീർത്തകൻ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വിഷയമല്ല. നമ്മൾ നിലനിൽക്കണം. നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഒരു നിലനിൽപ്പ് നമുക്കില്ല. ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ പോലും നിലനിൽപ്പില്ല. ഞാൻ ഓർക്കാണ്, തിരുവനന്തപുരത്തെ സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഇത് ആരുടെ സ്റ്റാച്യു ആണ്. ആർക്കും തന്നെ അറിയത്തില്ല. ഒരു സ്റ്റാച്യു ഇവിടെ ഉണ്ട്, പക്ഷെ വളരെ പഴമക്കാർക്കറിയാം. രാജാ കേശവദാസിൻ്റെ സ്റ്റാച്യു ആണ്. ഒരിക്കൽ തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന ആളാണ്. പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാ, ഈ തലമുറയ്ക്കൊന്നും അറിഞ്ഞുകൂടാ ഒരു സ്റ്റാച്യു അവിടെ ഉണ്ടെന്നല്ലാതെ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ എന്ത് അവശേഷിപ്പിച്ചാലും അത്രേ ഉള്ളൂ. പക്ഷെ നിത്യതയിൽ ഞാൻ അവശേഷിക്കണമെങ്കിൽ നിത്യനായവനോട് എനിക്കൊരു ബന്ധം വേണം. അവനുമായിട്ടുള്ളൊരു ഗാഠമായ ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ. നിലനിൽപ്പുണ്ടെങ്കിലേ, നിത്യമായൊരു നിലനിൽപ്പ് എനിക്കുണ്ടെങ്കിലേ എനിക്ക് നിർഭയത്തോടെ, ഭയമില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സത്യം കൂടെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാര കിരണം കരുതി വെറുതെ കരുതി. പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാര കിരണം കരുതി വെറുതെ കരുതി. പ്രകാശമെങ്ങും വിതറും പകലിൻ പ്രഭവം ഞാനാണല്ലോ, പകലിൻ പ്രഭവം ഞാനാണല്ലോ. പ്രഭാത കുസുമം കവിളിൽ ചൂടിയ തുഷാര കിരണം കരുതി. ഇന്ന് നമുക്ക് ലഭിച്ച സന്ദേശം മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയെയും ക്ഷണികതയെയും കുറിച്ചാണ്. ഈ ക്ഷണികമായ ജീവിതത്തിന് അപ്പുറം നിത്യനായ ദൈവവുമായിട്ടുള്ള ഗാഢബന്ധമാണ് നമ്മളെ നിത്യതയോളം എത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നത്. ഈ വലിയൊരു സന്ദേശത്തിന് അച്ഛാ നന്ദി, ഒത്തിരി നന്ദി. ഗാനങ്ങൾ അവതരിപ്പിച്ച പയസാറിനും നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ആശയസമൃദ്ധമായ മറ്റൊരു ഗാനവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.